ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഈ മ്യൂസിക്കിലേക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് വന്നത്? എങ്ങനെയാണ് അച്ഛനും അമ്മയും? വീട്ടില് അപ്പനും അമ്മയും എൻ്റെ അപ്പച്ചൻ നല്ല മ്യൂസിക് സെൻസ് ഉള്ള ആളായിരുന്നു. നന്നായിട്ട് മ്യൂസിക് ചെയ്യുമായിരുന്നു, മ്യൂസിക് ഡയറക്ടറായിരുന്നു. അമ്മ പാടുമായിരുന്നു. അപ്പൂപ്പൻ ഭാഗവതരായിരുന്നു, കൊല്ലാരം മാസ്റ്റർ. അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നാണ് ക്ലാറൻറ്റാണ് ഞാൻ പഠിച്ചത്. ജോൺസൺ മാഷിന്റെ പാട്ടാണ് ആദ്യമായിട്ട്? അതെ, ഭൂതക്കണ്ണാടി. ഭൂതക്കണ്ണാടിയിലെ. ശരി. തല ചായ്ക്കാനൊരു ഇങ്ങനെയാണ് ആ പാട്ട്. തല ചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം, മണിമേട. MC ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്ന് അറിയണ്ടേ? ഒരുപാട് ഹിറ്റ് പാട്ടുകൾക്ക് വേണ്ടി ഫ്ലൂട്ടും സാക്സോഫോണും അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെൻസും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പിന്നെ മ്യൂസിക് ഡയറക്ടറും കൂടെ ആയ ജോസി ആലപ്പുഴയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ജോസി ചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ജോസി ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇങ്ങനെ റെക്കോർഡിങ്ങും അങ്ങനെ പ്രോഗ്രാമും എല്ലാമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. മ്യൂസിക്കിൽ ഫുൾ ടൈം മ്യൂസിക്. ചെറുപ്പം മുതൽ എങ്ങനെയാണ് ഈ മ്യൂസിക്കിലേക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് വന്നത്? എങ്ങനെയാണ് അച്ഛനും അമ്മയും? വീട്ടിൽ അപ്പനും അമ്മയും എൻ്റെ അപ്പച്ചൻ നല്ല മ്യൂസിക് സെൻസ് ഉള്ള ആളായിരുന്നു. നന്നായിട്ട് മ്യൂസിക് ചെയ്യുമായിരുന്നു, മ്യൂസിക് ഡയറക്ടറായിരുന്നു. അമ്മ പാടുമായിരുന്നു. അപ്പൂപ്പൻ ഭാഗവതരായിരുന്നു, കൊല്ലാരം മാസ്റ്റർ. അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നാണ് ക്ലാറൻറ്റാണ് ഞാൻ പഠിച്ചത്. ആദ്യം പഠിച്ചത് അതാണ്. അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിലോട്ടായി. അങ്ങനെ ഒരു ഫ്ലൂട്ടിസ്റ്റായി. ഫ്ലൂട്ട് അത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, ഇതൊക്കെ ഇതിൽ നിന്നായതാണ്. ഇതിൽ നിന്ന് ചേട്ടൻ തന്നെ പഠിച്ചു? അതെ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ അമ്മച്ചിയുടെ കുടുംബത്തിലുള്ള എല്ലാവരും മ്യൂസീഷ്യൻസാണ്. വലിയൊരു മ്യൂസീഷ്യനാണ് ജോയി ആലപ്പുഴ ജോയി ആലപ്പി എന്ന് പറയുന്നത്, സാക്സോഫോണിസ്റ്റാണ്. പുള്ളി ഫ്ലൂട്ടും വായിക്കും. അപ്പൊ അത് കണ്ടപ്പോ നമുക്കൊരു ഇൻസ്പയർ കിട്ടി. അങ്ങനെ പിന്നെ അതിലുപരി ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്ലാറന്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് അന്നത്തെ കാലത്ത്, നമ്മുടെ അറിവുകേടാണ്, അന്നത്തെ കാലത്ത് ഈ ബാൻഡ് സെറ്റിലും എല്ലാം വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്നാണ് അതിന്റെ വ്യാപ്തി. കാര്യം ഇങ്ങനെ ലോകം വലുതായതല്ല, നമ്മൾ ലോകത്തിനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ഈ ഇൻസ്ട്രുമെന്റിന്റെ സാധ്യതകളും ഇതെന്താന്ന് മാത്രം മഹത്വം ഉണ്ട് എന്നൊക്കെ മനസ്സിലാകുന്ന ഇപ്പോഴാണ്. അപ്പോഴത്തേക്ക് പക്ഷെ നമ്മൾ ഒരുപാട് റെക്കോർഡിങ്ങിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെയാണ് ഫ്ലൂട്ടിനോടുള്ള ഒരു കാര്യം അങ്ങനെ വരാനുള്ള കാരണം അതാണ്. അതിനൊരു സാധ്യതകൾ കുറവാണ്. ഇത് ഫ്ലൂട്ട് വായിക്കുവാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റും, പലരും കാണാൻ പറ്റും. അത് മാത്രമല്ല, അത് ഹാൻഡ്ലിംഗും വളരെ ഒരു ഹാൻഡ്ലിംഗ് ഇച്ചിരി പാടാ. അല്ല, ഈ ഫ്ലൂട്ട് കൊണ്ടു നടക്കാൻ മാത്രമേ ഉള്ളൂ. വായിക്കാന്ന് പറഞ്ഞാൽ അതെ, വായിക്കേണ്ടവരില്ല. നമ്മളത് ഇപ്പൊ നമുക്ക് വീണ വായിക്കുകയാണെങ്കിൽ നമുക്ക് അത് പിടിച്ചോണ്ട് പക്ഷെ ആണെങ്കിൽ പോലും മറ്റുള്ള ഇൻസ്ട്രുമെന്റ് സൂക്ഷിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഇത് സൂക്ഷിക്കണം അല്ലേ? നമ്മുടെ വെതർ അനുസരിച്ച് പോലും ഇതിന് മാറ്റങ്ങൾ വരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കണം. സ്കൂളിൽ അങ്ങനെ സ്കൂളിലില്ല. സ്കൂളിൽ സമയത്ത് പാടുകയെന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മത്സരങ്ങൾക്കും അങ്ങനെയൊന്നും അധികം പോയിട്ടില്ല, എന്നാ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. അതിനകത്തായിരുന്നു കോൺസെൻട്രേഷൻ. 10ാം ക്ലാസ് ഏകദേശം ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, 8ാം ക്ലാസ് തൊട്ട് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് ഞാൻ ക്ലാറൻറ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. അപ്പൊ അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു കൂടുതൽ ചെയ്തത്? പ്രോഗ്രാമില്ല, അന്ന് കച്ചേരിയാണ്. ഞാൻ പഠിച്ചത് ക്ലാസിക്കലാണ്. അന്ന് അപ്പം പഠിപ്പിച്ചത് മുഴുവൻ ക്ലാസിക്കലാണ്. കീർത്തനങ്ങളും വർണ്ണങ്ങളും അങ്ങനെയുള്ള കുറെ. അപ്പൊ കോളേജിലും ഇതുപോലെ? കോളേജിലെന്ന് വെച്ചാൽ പ്രീ ഡിഗ്രി വരെ പോയിട്ടുണ്ട്. തൊപ്പിയിട്ട് ഞാൻ പരീക്ഷയൊക്കെ എഴുതിയെന്ന് വേണം പറയാൻ. 0. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇതാണ് മ്യൂസിക്കാണ് നമ്മുടെ ഒരു മെയിൻ എന്നുള്ളത് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ. അത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മ്യൂസിക് കോളേജിൽ പോകണമെന്നായിരുന്നു. പക്ഷെ വീട്ടുകാർ വീട്ടിൽ പഠിച്ചാൽ മതിയെന്ന് അപ്പച്ചൻ പറഞ്ഞു. അവർക്കൊക്കെ ജോലി വേണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് മ്യൂസിക് ആയിരുന്നു. പേടി ഉണ്ടാവും.
ആ പേടി എന്നുള്ളതല്ല, ഞാൻ പറയില്ല നമ്മുടെ വീട്ടുകാർക്ക് നിങ്ങൾക്ക് മക്കളെ കുറിച്ച് നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചൊരു വലിയ സാധനമുണ്ട്. ഇപ്പൊ ഇല്ല, ഇപ്പോഴത്തെ മക്കളെ കുറിച്ച് അങ്ങനെ ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയാണ്. നമ്മുടെയൊക്കെ സമയത്ത് നമ്മളെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് നമ്മൾ ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം, അവർക്ക് ഇങ്ങനെ ജോലി മേടിച്ചിട്ട് ഇതിനകത്ത് പോകണം എന്നൊക്കെയാണ്. അന്ന് ഇതിന്റെ സാധ്യതകൾ കുറവായിരുന്നു. ഇന്നാണ് മ്യൂസിക്കിനും എല്ലാ ഫീൽഡിലും സാധ്യതകൾ കൂടിയത്. കാരണം പഠിക്കുന്ന കാര്യത്തിൽ പോലും എന്ത് ഇൻസ്ട്രുമെന്റ് പഠിക്കുന്ന കാര്യത്തിലും നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ എല്ലാ സാധനവും അന്ന് അതില്ല. അതുകൊണ്ടാണ് അവരുടെ ടെൻഷനും. അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളൊരു സേഫ് സൈഡിലോട്ട് ആക്കണം, ഒരു ജോലി കിട്ടണം എന്നെല്ലാം വിചാരിച്ചത് അവരുടെ തെറ്റല്ല. പക്ഷെ എന്റെ വഴി ഇതാണെന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു, ചെറുപ്പം മുതലേ. അപ്പം അതിലോട്ട് അങ്ങനെ. അതെ. അപ്പൊ സിനിമയിലേക്കുള്ള ഒരു കോൾ എങ്ങനെയാണ് ജോസ് ചേട്ടന് വന്നത്? അങ്ങനല്ല, ഞാനിത് പരിപാടിക്കല്ല ആദ്യം ഭക്തിഗാനങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ ക്ലാറൻറ്റ് വായിച്ചുകൊണ്ടിരുന്നത് ബാല എന്ന് പറഞ്ഞ ഒപ്പേറെ നമ്മുടെ പഴയ കാലത്ത് രാത്രി 2 മണിക്ക് തുടങ്ങി വെളുപ്പിന് 4 മണിക്ക് 5 മണിക്ക് അതിലൊക്കെ ആയിരുന്നു ഞാനും അമ്മയും അപ്പച്ചനും എല്ലാം കൂടെ പോയി. അതിനുശേഷം ഭക്തിഗാനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അവസരത്തിന് വേണ്ടിയിട്ടെല്ലാം ഫ്ലൂട്ട് വെറുതെ ഇരുന്ന് വായിക്കും. ഫ്ലൂട്ടിൽ പാട്ടുകൾ വായിക്കുമായിരുന്നു. അപ്പോൾ പക്ഷെ ആരും വിളിക്കാത്തതുകൊണ്ട് പിന്നെ കോളേജിൽ പോയപ്പോഴാണ് ഫ്ലൂട്ട് വായിക്കാൻ വേണ്ടി അന്നൊരു ഞങ്ങളെല്ലാവരും കൂടെ തട്ടിക്കൂട്ടി ഒരു ഗാനമേള ഓണത്തിന്. അത് കഴിഞ്ഞ് നേരെ ഓരോ ട്രൂപ്പുകളിലും അങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫ്ലൂട്ടിലോട്ടുള്ള എൻട്രിയും. പിന്നെ റെക്കോർഡിങ്ങിലായി. റെക്കോർഡിങ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വായിച്ച് വന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര പ്ലെയർ അല്ലെങ്കിൽ പോലും നമ്മൾ ഓക്കെ ആണെന്നുള്ള രീതി വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ സെറ്റായത്. അതിനുശേഷമാണ് നമ്മുടെ കോഴിക്കോട് ജോൺസൺ മാഷിന്റെ വർക്കിന്. ജോൺസൺ മാഷിന്റെ പാട്ടാണ് ആദ്യമായിട്ട്. അതെ, ഭൂതക്കണ്ണാടിയിലെ. ശരി. തല ചായ്ക്കാനൊരു മാൻപേട, ഇങ്ങനെയാണ് ആ പാട്ട്. അപ്പോൾ അതെനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി. പുള്ളി അന്ന സമയത്ത് പറഞ്ഞത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി. കാര്യം ഹാർമോണിയമാണ്, അപ്പോൾ അതൊരു മുക്കാൽ കെട്ട വ്യത്യാസമുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി. പക്ഷെ ആ സിനിമ കണ്ടപ്പോഴാണ് അത് പുള്ളി എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം വഴിയിൽ കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾ ഹാർമോണിയെല്ലാം വായിച്ച് അതൊക്കെ വായിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണ്. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ലെജൻസിന്റെ കൂടെ ജോസ് ചേട്ടൻ വർക്ക് ചെയ്തില്ല. ഇപ്പോൾ ദക്ഷിണാമൂർത്തി സാറ് മുതൽക്ക് ഇവിടുന്ന് പുതിയ ആൾക്കാർ വരെ. ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മ്യൂസിക് അതായത് രാഘവൻ മാഷ് മുതലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാനത് എനിക്ക് കല നൽകിയ എൻ്റെ അപ്പനെയും അമ്മയും എനിക്ക് അതിന് ഒരുപാട് നന്ദിയാണ്. കാരണം അവരോടാണ് എനിക്ക് കടപ്പെട്ടിരിക്കുന്നത്. കാരണം അവരുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ എല്ലാ ലെജൻഡായിട്ടുള്ള പാട്ടുകാരോടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം തമിഴ്, ഹിന്ദി എല്ലാ ടൈപ്പ് പഴയ ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് അങ്ങനെ അതൊക്കെ വലിയ ഭാഗ്യമാണ്. ദക്ഷിണാമൂർത്തി സാറിന്റെ കൂടെ ഉള്ള ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും? അങ്ങനെ ഭയങ്കര അനുഭവമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും കാര്യം ഇവരെല്ലാവരും ഭയങ്കരന്മാരായിരുന്നു മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അവരൊക്കെ നമ്മൾ ഇപ്പോഴത്തെ എന്താ പറയുന്നത്, നമ്മൾ ഒരു ഇത് പറയുന്നതല്ല, നല്ലത് ചീത്ത എന്നൊന്നുമല്ല. ഇപ്പോഴത്തുള്ളവരുടെ മഹിമയുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എല്ലാം മ്യൂസിക് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ് അവർ. ഇന്ന് എല്ലാവർക്കും എല്ലാ സൈഡും അറിയണമെന്നൊന്നുമില്ല. മ്യൂസിക് ഹിറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ മ്യൂസിക് അറിയണമെന്നൊന്നുമില്ല. അപ്പം അത് വേറെ. അന്നെന്ന് പറഞ്ഞാൽ അവർക്ക് പേപ്പർ പോലും ട്യൂൺ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം അവരോട് സഹകരിക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് അല്ല, നമുക്ക് ഒരുപാട് എന്താ പറയുന്ന ആ സമയത്ത് നമുക്ക് തോന്നുന്നത് നമുക്ക് അവരോടൊന്ന് ഇരിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ജോൺസന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷെ അത് അവർ ചെയ്തു വെച്ച സാധനങ്ങളെ നമ്മൾ കേൾക്കുമ്പോഴാണ്. നമ്മൾ വായിക്കുന്ന സമയത്ത് അവരിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ടെൻഷനും നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ സാറ് അങ്ങനെ അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ആരും പറയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വലിയൊരാളായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കൊള്ളത്തില്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. ജോസി ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഈ ഭാഗം ഞാൻ ഇംപ്രൂവ് ചെയ്താൽ നന്നാവും? ഈ ഭാഗം എന്നല്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യം അതാണ്. ഞാൻ വായിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ല, സത്യമായിട്ട്. കാര്യം കുറച്ചുകൂടെ നന്നാവണം. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വന്ന വഴി, നമ്മൾ പഠിച്ച രീതി. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന രീതിയും
അടിസ്ഥാനപരമായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഈ തോന്നലുകൾ ഇപ്പം എനിക്ക് തോന്നുന്ന തോന്നലുകൾ ഉണ്ടാവത്തില്ല. അത് ശരി. ജോൺസൺ മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏത് പാട്ടാണ് ജോസ് ചേട്ടൻ പെട്ടെന്ന് മനസ്സിലാവും? ഞാൻ വായിക്കാത്ത പാട്ടുകളാണ് എനിക്കിഷ്ടം. വായിക്കാത്ത പാട്ടുകളാണ്. അത് ശരി. അതേതാണ്? പുള്ളിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പുള്ളി എന്ന് ഇഷ്ടംപോലെ പറയുന്നത് പാട്ടുകളുണ്ട്. എനിക്ക് അതെ. ഇഷ്ടം പോലെ, കാരണം അതെ, എനിക്ക് എൻ്റെ നമുക്ക് മനസ്സിൽ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. മീൻസ് അത് ഞാൻ വായിച്ചതിലോ അങ്ങനൊന്നുമല്ല. നമ്മുടെ മലയാളികൾക്ക് ഇന്നും ലോകത്തിൽ അഭിമാനിക്കാൻ പറ്റിയ ആൾക്കാരിൽ ഒരാളാണ്. സത്യം. സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉള്ള ഒരാളാണ്. അതെ. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണീർ പൂവിന്റെ അയ്യോ, അത് വേണമെങ്കിൽ ഞാൻ വളരെ 4 വരി വായിക്കാം. ഓക്കെ. ഓക്കെ. ഓ മതി മതി, നിർത്താൻ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറയാൻ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ജോസ് ചേട്ടൻ ഇപ്പം വളരെ കുറവാണ്. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ പോകും. ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? അത്യാവശ്യം എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും എന്ന് പറയാൻ പറ്റത്തില്ല. കുറെ മലയാളികളുള്ള സ്ഥലങ്ങൾ, വളരെ പ്രോഗ്രാം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പോവാത്ത രാജ്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ? നീ പിന്നെ ഉണ്ട്. ഞാൻ പോകാത്തത് ന്യൂസിലൻഡ് എനിക്കിഷ്ടമാണ്. ശരി ശരി. പിന്നെ സൗദി പോയിട്ടില്ല അല്ലേ? ഇല്ല, എനിക്ക് വിസ അന്ന് വിസ തന്നില്ല. അപ്പൊ ഈ സ്റ്റേജ് ഷോസിൽ പോകുമ്പോൾ അവര് ഏതൊക്കെ ടൈപ്പ് സോങ്സ് ആണ് അവിടെ അധികം? നമ്മുടെ ഒരു 90 കാലഘട്ടങ്ങളിൽ അവിടുന്ന് താഴത്തോട്ടുള്ള പാട്ടുകളാണ് എല്ലാവരും അവർ ആസ്വദിക്കുന്നത്. പിന്നെ ഇപ്പൊ പിള്ളേർ ഉണ്ട്, അവരൊക്കെ ഇപ്പോഴത്തെ പാട്ടുകളും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഇപ്പൊ US ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 90 താഴത്തോട്ടുള്ള പാട്ടുകളാണ് എല്ലാം നമ്മളിപ്പം. ഇങ്ങനത്തെ പാട്ടുകൾ ഭയങ്കര സ്വീകാര്യതയാണ്. സത്യം. ആ ടൈപ്പ് ഓഫ് അത് കളിച്ച ആ സമയത്തുള്ള പാട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജോൺസൺ മാഷിന്റെ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകളെല്ലാം ഭയങ്കര സ്വീകാര്യതയാണ്. അതേപോലത്തെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഉണ്ടല്ലോ, അത് അതായിരിക്കും ചെറുപ്പക്കാർക്ക് മാത്രമേ. അത് ദുബായിലൊക്കെ അങ്ങനെയാണ്. ദുബായിൽ പക്ഷെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഓടുന്ന. ഇപ്പൊ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗങ്ങൾ. അതെ അതെ, ഇല്ല ഞാൻ ചോദിക്കാൻ നിൽക്കരുത്, എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത്? ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് മ്യൂസിക്കും ആഡ് ചെയ്യുന്നതും വെസ്റ്റേണും ഈസ്റ്റേണും ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു മിംഗിളിംഗ് ആണ്, ഒരു കൂടിച്ചേരലാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് കമ്പോസ്ഡ് ആയിരിക്കും. അത് ശരി. ജോസേട്ടാ, ഈ മറ്റേ ഓടക്കുഴൽ നമ്മൾ എന്താ പറയുക മേടിക്കാൻ നേരത്ത് അത് എവിടെ നിന്ന്, നമ്മൾ ഷോപ്പിൽ നിന്നാണോ അത് മേടിക്കുന്നത്, അതോ ഇത് എന്തോ ഒരു ഉണ്ടാക്കുന്നതാണോ? ഇത് ഷോപ്പിൽ നിന്ന് എല്ലാം മേടിക്കുന്നതാണ്. അല്ലത് എന്താ പറയാ, നമ്മളിപ്പോ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോകണം. ഇതിപ്പം ഒരുപാട് പേരുണ്ട് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ പലരുടെയും പേരുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവരുണ്ട്, പിന്നെ ബോംബെയിലുള്ളതുണ്ട്, ചെന്നൈയിലുള്ളതുണ്ട്. കുറെ ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കണ കുട്ടികൾക്കും കൂടെ ഉപകാരപ്പെടും. അതെ, ഇപ്പൊ നമുക്ക് എറണാകുളത്ത് ഒരു ഷോപ്പിൽ കിട്ടും. നമ്മുടെ തൃപ്പൂണിത്തുറ ഒരു ഷോപ്പുണ്ട്, ഒരു വയലിൻ ഷോപ്പുണ്ട്. ചിലത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ചുണ്ടിന്റെ സൈസ് അനുസരിച്ച്, അങ്ങനെ ചുണ്ടിന്റെ സൈസ് അനുസരിച്ചല്ല നമ്മളിപ്പോ വായിക്കുന്നത്. നമ്മളിപ്പോ ഓരോരുത്തർക്കും ഒരു ലിപ്പുണ്ട്, ലിപ്പിന്റെ, അതായത് ഞാൻ ഊതുന്നത് ഇങ്ങനെ ആയിരിക്കും, ചിലർ ഊതുന്നത് കണ്ടാ വ്യത്യാസം കണ്ട, ചിലർ ഊതുന്നത് ആ ഒരു വ്യത്യാസം നമ്മുടെ ലിപ്പിന്റെ ആ പൊസിഷൻ അനുസരിച്ച്. പക്ഷെ അതങ്ങനെ ആകുമ്പോൾ ശ്രുതി മാറിക്കൊണ്ടുവരില്ലേ? അല്ല, അത് നമ്മളുടെ സ്ലിപ്പിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണം. അവരുണ്ടാക്കി തരും അത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് മേടിക്കുമ്പം ശ്രുതി ബോക്സ് വെച്ചിട്ട് നമ്മൾ നോക്കും, അതുമായിട്ട് കറക്റ്റ് ആണ്, നമ്മളത് മേടിക്കും. എല്ലാ നോട്ടുകളും നോക്കണം. ജോസിയേട്ടാ, ഇത് തന്നെ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിപ്പോൾ എങ്ങനെയാ തന്നെ നമുക്കിപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ ഇപ്പോൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഓൺലൈൻ പലരും എനിക്ക് തോന്നുന്നു പാട്ട് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഫ്ലൂട്ടൊക്കെ നമുക്ക് എങ്ങനെയാ തന്നെ പാട്ട് ചെറുതായിട്ട് പാടും എന്ന് പറയും. പാടും എങ്ങനെ പഠിച്ചു? ഇല്ല, ഞാൻ ഒരു 1 ഇയർ. എങ്ങനെയാ പഠിച്ചത്? അമ്മ പാടും. അമ്മ പാടും. പിന്നെ പാട്ടുകൾ ആരുടെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അല്ലാതെ കേട്ട് പഠിച്ചിട്ടുണ്ടോ?
കേട്ട് കേട്ട് അങ്ങനെ പാടാറുണ്ട്. ആ ഉണ്ട്. ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മനസ്സിൽ മ്യൂസിക്കും ശരീരത്തിൽ മ്യൂസിക്കും ഉള്ളതുണ്ട്. ആ മ്യൂസിക് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഇപ്പം ഞാനിപ്പം പഠിക്കും, ആ ഈ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ മ്യൂസിക് വേണം. അപ്പം നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇത് തന്നാലും ഞാൻ ഇത് കണ്ട ഇങ്ങനെ ഈ ഊതില്ലേ നമ്മൾ, അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വരസ്ഥാനം കിട്ടും. അപ്പോൾ എന്ത് വായിച്ചാലും ഇതിനകത്ത് സ്വരസ്ഥാനം ഉണ്ടെങ്കിലേ നമുക്കത് തന്നെത്താൻ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും ഓരോ നോട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ച് പിന്നെ പക്ഷെ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ഇത് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ആ അതാണ്. ചിലപ്പോൾ അതിനേക്കാളും മേളിൽ പോകും. ഓ ശരി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പഠിച്ചവരെക്കാളും കൂടുതൽ ഭയങ്കര ഈ രംഗത്ത് പ്രഗത്ഭരായി നിൽക്കുന്ന ഒരു പഠിപ്പില്ലാത്തവരാണ്. അത് ദൈവം കൊടുത്തിരിക്കുന്നു. ദൈവം കൊടുത്തൊരു ടാലന്റ് ആണ്. പിന്നെ മ്യൂസിക്കും അവരുടെ ശരീരത്തിൽ ബ്ലഡിലെല്ലാം ഒരുപാട് സാധനം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പഠിച്ചവരെക്കാളും കൂടുതൽ. തമിഴ് പാട്ടുകൾ ഏതാണ് ജോസേട്ടൻ വായിച്ചത്? റീസെന്റ് ആയിട്ട് വായിച്ചത് തങ്കലാൻ എന്ന് പറയുന്നത് മിനുക്കി മിനുക്കി. ശരി. അത് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയിരിക്കുന്നത്. ഏതെങ്ങനത്തെ മെലഡിയാണോ അതോ അത് ഒരു നടൻ സംഭവമാണത്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ശരി. നാടൻ സംഭവം. തമിഴ് ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ പാട്ട്. തമിഴ് മാത്രമാണോ അതോ ഇനി? ഞാൻ വായിക്കാത്ത ലാംഗ്വേജ് വളരെ കുറവാണ്. ഏതൊക്കെയാണ് പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് കേൾക്കുമ്പോൾ അറിയാം. മലയാളം തന്നെ ഞാൻ വായിച്ചാണല്ലേ. ഓക്കെ. അങ്ങനെ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടി വെക്കാറില്ല, അല്ല പേര് ചോദിക്കാറില്ല. ചോദിച്ചു പോകില്ല പാട്ടുകൾ അതുകൊണ്ടൊന്നുമല്ല, അതിലൊന്നും ക്രേസ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അത് എന്റെ തെറ്റാണ്. ഇപ്പം മറവി ഭയങ്കരമായിട്ടുണ്ട്. മ്യൂസിക്കിലല്ല, അല്ലാത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മറന്നു. അയ്യോ ആ പടത്തിന്റെ പേരെന്തായിരുന്നു എന്ന് അങ്ങനെ ഞാൻ പറയും. ഇത് അഭിനയിച്ച് പറയുന്നതല്ല, എനിക്ക് സംഭവിക്കുന്ന. അന്നേരം തിരിച്ചെഴുതാൻ പറ്റും. പിന്നെ ചില പാട്ടുകളെല്ലാം ഓർക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ട് കാണും. അങ്ങനെ ഇടുമ്പോൾ ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല. പേരുകൾ അങ്ങനെ ഓർത്ത് വെക്കത്തില്ല. പിന്നെ ഇറങ്ങാൻ നേരത്ത് ഞാൻ കേട്ടാ മനസ്സിലാവും. ജാസി ഗിഫ്റ്റിന്റെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സോങ് എന്താ പറയുക, എപ്പോൾ നോക്കിയാലും ട്രെൻഡിങ് ലിസ്റ്റിൽ ഇങ്ങനെ എപ്പോഴും വലിയൊരു ഭാഗ്യമാണ്. അതെ. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ഞാൻ പല ഇതിനും പറഞ്ഞിട്ടുണ്ട്. ജാസി എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അത് ആ പുള്ളിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അത് മേടിച്ചെടുത്തു. ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര എന്ന് വെച്ചാൽ ഒറ്റ ടേക്കിൽ പാടിയ പാട്ടാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഏത് ചെറിയ കുട്ടികൾ അടക്കം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാട്ടിനും ഓരോ കാര്യങ്ങളുണ്ട്. കാരണം അതിനൊരു ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം. ഓരോ പാട്ടിനും അതിന് നമ്മളായിട്ട് വിധിച്ചു വെച്ചിരിക്കുന്നതല്ല, ദൈവമായിട്ട് വിധിച്ചു വെച്ചിരിക്കുന്നത്. ഈ പാട്ട് ഇങ്ങനെ വരും, അല്ലെങ്കിൽ അങ്ങനൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. ശരിയല്ലേ? അപ്പം അതുപോലെ ഒരുപാട് ആൾക്കാരുടെ പാട്ടുകൾ അതേപോലെ തോന്നും. ചില പാട്ടുകൾ വെറുതെ ടിങ് 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 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ജാസിയുടെ ഈ പാട്ട് എന്ന് കേൾക്കുമ്പം അതായത് ജാസിക്ക് വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കി വെച്ച് കൊടുത്തത്. സത്യം. ആ പാട്ടിന്റെ ഒരു എനിക്ക് തോന്നുന്നു എത്ര കേട്ടാലും മതിയാവാത്ത ഒരു ഫ്ലൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് വായിക്കാം. എന്നാലും അത് ആ പീസ് വായിക്കാം. ഭയങ്കര എന്താ പറയാ, ഇപ്പോഴും ആ പാട്ട് ഇപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് നമുക്ക് അതൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ, അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള കുറെ ഗിഫ്റ്റുകളിൽ ഒന്നാണ്. അതെ. കുട്ടികൾ ഏത് ഇത് കേട്ടാൽ തന്നെ പിള്ളേര് കിടന്നിട്ട്, എന്നാൽ ആ സമയത്ത് എന്നെക്കാളും പ്രഗത്ഭരായിട്ട് വായിക്കുന്നവരുണ്ടായിരുന്നു. അത് എനിക്ക് വിധിച്ചിട്ടുള്ളതാണ്. അതെ. ഇപ്പം ഫ്ലൂട്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ജോസിയേട്ടൻ മ്യൂസിക് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് കാസറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഡിവോഷണൽസ് ചെയ്തിട്ടുണ്ട്. പടങ്ങൾ 3-4 എണ്ണം
അഞ്ചാമത്തെ ഒരെണ്ണം ചെയ്തു. ഇപ്പോൾ ഒരെണ്ണം ഇറങ്ങാതിരിക്കാം, ലൈഫ് ഓഫ് മാൻഗ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു പരിസ്ഥിതി മൂവിയാണ്. അപ്പോൾ അത് നല്ല ഒരു മൂവിയാണ്. 2 പാട്ടുകളുണ്ട്. പിന്നെ അല്ലാതെ പാട്ടുകളൊന്നും ഞാൻ പടത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാതെ ആൽബങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇൻസ്ട്രുമെന്റലാണ് എനിക്ക് കൂടുതലും. ഇൻസ്ട്രുമെന്റിലാണ് കൂടുതൽ. പിന്നെ ഇനിയിപ്പോ സിനിമ ചെയ്യണമെന്നുള്ള ധാരണയിലല്ല ഇരിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കിട്ടണമെങ്കിൽ. അതെ അതെ അതെ. എന്താണ് ഇനിയുള്ളൊരു ഡ്രീം? ഡ്രീം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക്. ഓക്കെ. ഞാനിപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സിംഫണി പോലത്തെ. പിന്നെ അതിൻ്റെ കൂടെ അതിപ്പോൾ ഉടനെ ഒരു അക്കാപ്പല്ല പോലൊരു സാധനം. അതൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. പിന്നെ കുറേ ഇൻസ്ട്രുമെന്റൽ കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്വന്തം പാട്ടും അങ്ങനെ പാട്ടല്ലാതെ ഇൻസ്ട്രുമെന്റും എല്ലാം വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതാണ് എൻ്റെ ഡ്രീം. എന്താ പറയുക, നമ്മൾ ഈ ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ഹാപ്പിനെസ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യണ ഒരു മെയിൻ സംഭവമാണ്. നമ്മൾ പുലരി വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ പുലരിക്ക് കറക്റ്റ് ആ ഒരു ഫീല് കൊടുക്കുന്നത് ആ ഫ്ലൂട്ടിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഗുണമാണ്. ക്രിയേറ്റ് ചെയ്യുന്നത് ആ ആർട്ടിസ്റ്റാണ്. വല്ലാത്തൊരു വൈബ്രേഷൻ ആണല്ലേ അതൊക്കെ. അത് ഓരോ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. ഓരോ ഇൻസ്ട്രുമെന്റിനും ഓരോരോ പ്രത്യേകതകളും എന്ന് പറഞ്ഞ ഫ്ലൂട്ട് എന്ന് പറയുന്നത് ആൾക്കാരുടെ മനസ്സിലോട്ട് പെട്ടെന്ന് കയറാൻ പറ്റിയ ഫ്ലൂട്ട്, വയലിൻ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത്രയും പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. അതെ 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 അതെ. തുളച്ചും കയറും. അതെ അതെ. ജോസേട്ടാ, ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം അതിലെ സിംഗറിനെ ഓർക്കും, പിന്നെ അത്യാവശ്യം നമ്മൾ മ്യൂസിക് ഡയറക്ടറിനെയും ലിറിസിസ്റ്റിനെയൊക്കെ ഓർക്കാറുണ്ട്. പക്ഷേ ഈ പിന്നണിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ, എനിക്ക് തോന്നുന്നു അധികം പേരും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത് റഹ്മാൻ വന്നതിന് ശേഷമാണ് ആർട്ടിസ്റ്റുകളെ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ചിലപ്പോൾ സത്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ക്രെഡിറ്റ്സ് കൊടുക്കാൻ തുടങ്ങി. അത് നമ്മുടെ ഇവിടുത്തെ കാര്യം നമ്മുടെ ഇവിടെ മാത്രമുള്ളൊരു കാര്യമായിരുന്നു. മുമ്പ് പുറത്തുള്ളവരെല്ലാവരും വായിക്കുന്ന ആൾക്കാരെ എല്ലാവർക്കും അറിയാം. വലിയ ഭയങ്കരപ്പെട്ട ആൾക്കാരെ. കാര്യം മ്യൂസിക് ഭയങ്കരമായിട്ട് അറിയുന്നവർ എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പാട്ടുകാർ കാണില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാട്ടെന്ന് പറയുന്നതും ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. തൊണ്ട, വോയിസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ്. ഇപ്പം ഞങ്ങൾ ഫ്ലൂട്ടിൽ വായിക്കുമ്പം അവർ ഇപ്പം ഉണ്ണികളെ എന്ന് പറയുന്നത്, ആ ഉണ്ണികളെ എന്ന് പറയുന്ന സാധനം, അത് ലിറിക്സ്, സാഹിത്യം അവരുടെ ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. ആ സാഹിത്യത്തിന് പകരം ഹമ്മിങ് ആണെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും സെയിം ആണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ മുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും പാട്ടുകാരുടെ പേരിലാണ്. ഇപ്പോൾ ദാസേട്ടൻ്റെ പേരിലാണ് ഒരുപാട് പാട്ടുകൾ അറിയാം. പക്ഷെ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ ക്രെഡിറ്റ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അത് ഈ ഒന്ന് നമ്മുടെ സാഹിത്യം പാട്ടുകാരുടെ അത് എപ്പോഴെങ്കിലും അതൊരു സങ്കടമായിട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് നമ്മൾ ഒന്നും ചോദിച്ചു വാങ്ങാനുള്ളതാണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. സത്യം, നമുക്ക് എല്ലാം കിട്ടാനുള്ളതാണ്. നമ്മൾ ഒന്നും ചോദിച്ചു വാങ്ങിയാൽ അതിനൊരു മധുരം ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോ തലമുറകൾക്ക് അത്യാവശ്യം എല്ലാ പാട്ടുകാരെയും, എല്ലാ പാട്ടുകാരെ പോലെ തന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും അറിയാം. ഉദാഹരണം നവീൻ, പൂയിരെ പൂ എന്ന് കേട്ട നവീൻ, രാജേഷ് വൈദ്യ, അങ്ങനെ ഒരുപാട് കമലാകർ ഫ്ലൂട്ടിസ്റ്റ്. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള രാജേഷ്, നിഖിൽ റാം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. റിസൺ, അങ്ങനെ ഇപ്പൊ ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഡ്രമ്മേഴ്സ്, കീബോർഡിസ്റ്റ്. പിന്നെ ഇതിനകത്ത് അറിയാതിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് അവരാണ് അതിൻ്റെ ഒരു സിനിമയിലെ ഏറ്റവും വലിയ സംഭവം ചെയ്യുന്നത്. പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അത് കീബോർഡിസ്റ്റ് എന്നല്ല പറയുന്നത്, പ്രോഗ്രാമേഴ്സ്. അവരെല്ലാവരും കീബോർഡ് പ്ലെയർ ആകണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും കീബോർഡ് പ്ലെയേഴ്സാണ്. പക്ഷെ അവർക്ക് ഇതിനകത്ത് ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ട് അവർ. പക്ഷെ ഇപ്പം എല്ലാവരും അങ്ങനെ എഴുതുന്നുണ്ട്. ഇപ്പം ഇന്ന പ്രോഗ്രാമർ ഇന്ന പറഞ്ഞ് എഴുതുന്നു. പക്ഷെ അതിന് ടെക്നോളജി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ടെക്നോളജി മാത്രം പോരാ, അത് ഉപയോഗിക്കാനുള്ള സെൻസും വേണം, പിന്നെ മ്യൂസിക്കും വേണം. അപ്പൊ അവരിപ്പോൾ അറിഞ്ഞു തുടങ്ങി. കാര്യം എന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സോളോയിസ്റ്റുകൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ ഇത് കിട്ടി. ബാക്കി ഇങ്ങനെയുള്ള ആൾക്കാർക്കും എല്ലാം കിട്ടാനുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം വരുന്നുണ്ടെങ്കിൽ പോലും അവർക്കും ഇപ്പൊ ഈ പറഞ്ഞ അവാർഡുകളും കാര്യങ്ങളും എല്ലാം പാട്ടുകാർക്ക് മാത്രം പോരാ. അതെ അതെ അതെ, സത്യം. ഇങ്ങനെയുള്ള ആൾക്കാർക്കും കൊടുക്കണം. അത് ചെയ്യുന്ന ഒരേ ഒരു മീഡിയയേ ഉള്ളൂ, മറ്റേ റേഡിയോ മിർച്ചി. ഞാൻ പറയുന്ന നമ്മുടെ പിന്നെ അക്കാഡമി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് എന്താണ് എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതും നല്ലൊരു കാര്യമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റേറ്റ് അവാർഡ് പോലെ തന്നെ അതിന് പ്രത്യേക പുരസ്കാരങ്ങൾ കലാകാരന്മാർക്ക് ചെയ്യണം. കാരണം കലാകാരന്മാരാണ് ഈ പാട്ടുകാരെയും എല്ലാ ആൾക്കാരെയും ഉണ്ടാക്കിയിട്ടുള്ളത്.
അതാര് അല്ലെന്ന് പറഞ്ഞാലും അവരൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളൊരു പാട്ടുകാരി നന്നായിട്ട് പാടിയാൽ ഒരു പാട്ടുകാരൻ നന്നായിട്ട് പാടിയാൽ നമ്മളാണ് 100 പേരുടെയൊക്കെ പറയുന്നത്. ഇന്നാണിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കാണുന്നത്. എന്നാലും നമ്മുടെ അടുക്കലാണ് ചോദിക്കുന്നത്, ആ പാട്ടുകാരനെ കൊണ്ട് ഈ പാട്ട് ആർക്ക് കൊടുക്കണം എന്ന് ആരോടെങ്കിലും എല്ലാം ചോദിക്കും. അപ്പം ഇവരെല്ലാവരും കണക്ട് ചെയ്തിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടണമെന്നല്ല, പക്ഷെ എല്ലാവരും ഒന്നാണ്, മ്യൂസീഷ്യൻസാണ്. പല കാറ്റഗറി എന്നെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. മ്യൂസീഷ്യൻസ് എല്ലാവർക്കും ക്രെഡിറ്റ്സ് കിട്ടണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും പുരസ്കാരങ്ങളും എല്ലാവർക്കും അതിനുള്ള എന്താ പറയുക അംഗീകാരങ്ങൾ കിട്ടും. നമുക്ക് കിട്ടാത്തതിന്റെ കുഴപ്പമൊന്നുമല്ല, നമുക്ക് കിട്ടേണ്ട കിട്ടുന്നുണ്ട്. പിന്നെ ജോസേട്ടൻ ഈ ഓർക്കസ്ട്രേഷന് പുറമെ പോവാറുണ്ട്? ഓർക്കസ്ട്രേഷൻ ചെയ്യാറുണ്ട്. ഓർക്കസ്ട്രേഷൻ വെച്ചാൽ പാട്ടിന്റെ BGM കാര്യങ്ങളെല്ലാം, അതിന്റെ പ്രോഗ്രാമിങ്, പിന്നെ മ്യൂസിക് ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് അറബിക് സോങ്ങിന് ഓർക്കസ്ട്രേഷൻ, ഒരു അറബിക് പാട്ടും ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? അയ്യോ അത് ലിറിക്സ് ഒന്നും വായി കൊള്ളത്തില്ല. എനിക്ക് തോന്നുന്നു ദുബായിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രോഗ്രാംസിന് പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആ സമയത്ത് ചെയ്തിരുന്നു. അതോ? അല്ലല്ല, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് മുഖേന കിട്ടിയതാണ്. അനിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ മുഖേന. പക്ഷെ ഒരുപാട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കോറസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വോക്കൽ അറേഞ്ച്മെന്റ്സ്, വയലിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതൊന്നും നമ്മളിപ്പോൾ മീഡിയയിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്നും അങ്ങനെ പറയാറില്ല. ഇപ്പം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് അവസരങ്ങൾ കിട്ടുന്നതിലാണ് കാര്യം. ഇനി പാട്ടിലോട്ട് വരാനും വല്ല താല്പര്യം? ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോ വയസ്സെത്രയാന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതെയോ? അതേത് പാട്ടാണ്? പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തെറ്റിപ്പാട്. അതുകൊണ്ടാണ് പാടാൻ പറയാത്തത്. കാരണം അത് RR സോങ്ങാ. അതിനകത്ത് 2 പാട്ടുണ്ട്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഞാൻ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ ലിറിക്സ് അപ്പം തന്നെ തന്ന് ഞാൻ തന്നെ പാടി മൈക്കിലൂടെ. അത് ഓക്കെ, അടിപൊളി. 4 വരി 2 പാട്ട്. ഇപ്പം അത് കഴിഞ്ഞ് അടുത്ത് അഭിനയത്തിലോട്ട് വല്ല? അയ്യോ ഇല്ല, എന്ത് വിളിച്ചാലും പോകും. വേറൊന്നും ഒരു പ്രശ്നമില്ല. ഫ്ലൂട്ട് വായിക്കാൻ ഇല്ലാത്ത സമയത്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലൂട്ട് വായിക്കുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ ചോദിക്കും. കാര്യം നമ്മുടെ ജീവിതമാണിത്. എല്ലാം ഇഷ്ടമാണ്. അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കൊച്ചിലോട്ടെ അഭിനയിച്ചു വന്നതാണ്. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് ഭയങ്കര അഭിനേതാവല്ല. കൊച്ചിലോട്ട് അഭിനയത്തിലൊക്കെ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാലയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങൾ. കലാകാരൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഉള്ളവരാണ്. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം ആരെ വേണേ എടുത്തു നോക്കും. പാട്ടുകാരാണേലും ഈ മ്യൂസിക് ഉള്ളവർക്ക് ഇതൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ നാണം, നമ്മുടെ അറപ്പ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മളത് കാണിക്കാത്തതാണ്. അതിൽ ഭയങ്കര ഫ്രീ ആയിട്ടുള്ളവർ പല സ്ഥലത്തും പോകും. എനിക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അത് നമുക്ക് ഇത്ര ആയതിനു ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇപ്പൊ വെക്കുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുണ്ടത്തില്ല, അയ്യോ ഞാനില്ല എന്ന് പറയും. ആ ഒരു സാധനം പോയാൽ നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ അടിച്ചുപൊളി പാട്ട് എന്ന് പറഞ്ഞപ്പം ഇപ്പൊ ഇലുമിനാറ്റി ആണല്ലോ ഇപ്പൊ കുട്ടികളുടെ ഒക്കെ ഭയങ്കരമായിട്ട്. ഞാനത് കവർ ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ കണ്ടിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായത്. അതൊരു 4 വരി. തീർച്ചയായിട്ടും അതാ വായിക്കണം. അത് ആ ബീറ്റ് ഉണ്ടെങ്കിലേ അതിനൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. എന്നാലും വായിക്കാൻ ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ജനിച്ചു വീണ കുട്ടികളടക്കം ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചാടി ഓടി. കവർ സോങ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല, എനിക്ക് തോന്നുന്നു മ്യൂസിക്കിന് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനുള്ള ഭയങ്കര വലിയൊരു ശക്തിയാണല്ലേ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു വളരെ വിഷമത്തോടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ജോസേട്ടൻ എങ്ങനെയാ ഇപ്പോൾ സ്ട്രെസ്സൊക്കെ വരുമ്പം ഏത് ഇൻസ്ട്രുമെന്റ് പെട്ടെന്ന് വായിച്ചാലാണ് അതൊന്ന് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത്? എനിക്കങ്ങനെ സ്ട്രെസ് വരുമ്പോൾ അങ്ങനൊന്നുമില്ല. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും കലയിലോട്ട്, അതായത് ഞാനൊരു റെക്കോർഡിങ്ങോട് വരുമ്പോഴോ അല്ലെങ്കിൽ അതുമായിട്ട് ചെയ്യാനിരിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോർമലാവും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പഴയപടി ചിലപ്പോൾ ആകാം. പക്ഷെ അത് മ്യൂസിക്കിന്റെ പ്രത്യേകതയാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ വായിക്കുന്ന സാധനങ്ങൾ അത് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഫീൽ കിട്ടും. ഈ ഓടക്കുഴലിൽ വായിക്കുന്ന ആൾക്കാർക്ക് ശബ്ദം ഇടറാറുണ്ട് എന്ന് കേൾക്കുന്നത് കറക്റ്റാണോ? ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. തൊണ്ട അടച്ചു പോയാലോ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും തൊണ്ടവേദന എല്ലാം വരുമ്പോൾ നമ്മുടെ ശബ്ദം അടയ്ക്കാം. ഇനി ചേട്ടന് ഇഷ്ടമുള്ളത് പാടാൻ, ചേട്ടൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ ഇഷ്ടമുള്ള ഒരു പാട്ടോട് കൂടി നമുക്ക്
ഈ ഷോ അതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. എനിക്കിഷ്ടമാണ് ഒരു ഉണ്ണികളെ ഒരു കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് എല്ലാ ഉണ്ണികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ആ പാട്ടിന് ഭയങ്കര ഒരു എന്താ നമുക്ക് ഭയങ്കര നമുക്ക് മനസ്സോട് കൂടി ചേർത്ത് വെക്കാൻ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഓർത്തത് അതാണ്. അപ്പൊ അത് വായിക്കാം. താങ്ക് യു സോ മച്ച് ജോസ് ചേട്ടാ. അത് നിർത്താൻ സത്യം പറഞ്ഞാൽ പറയാൻ നിർത്തണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ നിർത്തിയത്. ഇടയ്ക്ക് എനിക്കും കൂടെ പാടാൻ അതിൻ്റെ കൂടെ പാടാൻ തോന്നി. എന്തായാലും ഒരുപാട് സന്തോഷം ജോസ് ചേട്ടൻ്റെ തിരക്കുള്ള ഇത്രയും സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലും. ജോസ് ചേട്ടൻ്റെ ഇനി ഇവിടെ നിങ്ങളുടെ എല്ലാ ഇപ്പോൾ പറഞ്ഞ പോലെ ഡ്രീംസും എല്ലാം സഫലമാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പക്ഷെ എന്നെ ഈ ഇൻ്റർവ്യൂവിന് വിളിച്ച് മീനാക്ഷിക്കും പിന്നെ MC ഡിജിറ്റലിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ, ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.